ധാരാളം ലക്ഷ്യങ്ങളുടെ പൂരണത്തിന് വേണ്ടിയാണ് ഈ സാഹിത്യോത്സവം. എൻ്റെ പരിമിതമായ ചിന്തയിൽ നിന്ന് ബോധ്യപ്പെട്ട എത്താനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ ആത്മീയ സദസ്സിൻ്റെ മുമ്പാകെ കേൾപ്പിക്കുകയാണ്. സാഹിത്യോത്സവ് ഓരോ നാടുകളിലും അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടെ വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നത് പ്രധാനമായും 10 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതായി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചമൽക്കാരവും സൗന്ദര്യവും മനോഹാരിതയും വിശാലതയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായി കൂട്ടായ്മയിൽ ചേർന്നു നിൽക്കലാണ്, സംഘടനയിൽ പ്രവർത്തിക്കലാണ് വിജയനിധാനം എന്ന വലിയ പാഠം സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. മൂന്നാമതായി മൂല്യങ്ങൾ നഷ്ടപ്പെട്ട കലകൾക്കിടയിൽ നിന്ന് മൂല്യമുള്ള കലകളെ ഉയർത്തിക്കാണിക്കാനും കലകളുടെ മൂല്യങ്ങളെ സമൂഹത്തിന് പ്രദർശിപ്പിക്കാനും വേണ്ടിയാണ്. നാലാമതായി സമൂഹത്തിൻ്റെ വേദനകളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും സമസ്യകളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തുറന്നു പറയാനുള്ള പ്രചോദനത്തിന് വേണ്ടിയാണ്. അഞ്ചാമതായി രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരബോധമുള്ള പൗരധർമ്മമുള്ള മാതൃകാ പൗരന്മാരെ സൃഷ്ടിക്കാനും സംവിധാനിക്കാനും വേണ്ടിയാണ്. ആറാമതായി അലക്ഷ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലും കലാലയങ്ങളിലും കോളേജുകളിലും ലക്ഷ്യമോദമില്ലാതെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം നൽകാൻ വേണ്ടിയാണ്. ഏഴാമതായി സൗഹൃദത്തിൻ്റെ നന്മയുടെ കൂട്ടുകെട്ടിന് സുഹൃദത്തിൻ്റെ സൗഹൃദ ബന്ധങ്ങൾക്ക് വലിയ പാഠവും വലിയ പ്രചോദനവും നൽകാൻ വേണ്ടിയാണ്. എട്ടാമതായി ബാധ്യതകളെ ഉത്തരവാദിത്തങ്ങളെ വളരെ ഗാംഭീര്യത്തോടുകൂടി ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള മാതൃക പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒൻപതാമതായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാരമ്പര്യ ശബ്ദം, അതിൻ്റെ പൈതൃക നറുമണം ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. പത്താമത്തേത് അതാണ് സാഹിത്യോത്സവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ശരീരങ്ങളാണ് ഇവിടെ മേളിച്ചതെങ്കിലും ആത്മാവിന് വേണ്ട വിഭവങ്ങളാണ് പറയുന്നത്. പത്താമത്തെ ലക്ഷ്യം ആത്മീയതയിൽ നിന്ന് ഇലാഹി ചിന്തകളിൽ നിന്ന് അകന്ന് വറ്റി വരണ്ടുപോയ ഹൃദയങ്ങളിലേക്ക് ആത്മീയതയുടെയും ഇലാഹി ചിന്തയുടെയും അല്ലാഹ് എന്ന ആലോചനയുടെയും നറുമണവും മധുരവും നീരുറവയും സമർപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബോധ്യത്തോടുകൂടെ സലക്ഷ്യം ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമനീയമായ ജീവിതത്തിലൂടെ മനോഹരമായ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ മൂല്യം ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങൾക്കും മൂല്യം ഉൾക്കൊള്ളുന്ന കവിതകൾക്കും വലിയ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് കാണാം. ഖുസ്ബുന് സായിദത്തൽ അയാദി എന്ന ഒരു കലാകാരൻ്റെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ പരസ്യ പ്രഖ്യാപനത്തിൻ്റെ മുമ്പേ കേൾക്കുകയുണ്ടായി. നുബുവത്തിൻ്റെ ശേഷവും സ്വഹാബത്തിനോട് ആ പ്രസംഗം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു. കാരണം ആ പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം ഏറ്റവും വലിയ മൂല്യമാണ്. അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഫഇദാ വഅയ്തും ഫന്തഫിഉ കുല്ലു മാ ഹുവ ആതിൻ ആതിൻ വകുല്ലു മാ ഹുവ ദാഹിബുൻ ദാഹിബ് അൽ ബഅറതു തദുല്ലു അലൽ ബഈർ والسير يدل على المسير ليل داج ونهار ساج وسماء ذات أبراج بحوره زاخرة ونجومه زاهرة ألا إن في السماء لعبرا وإن في الأرض لخبرا ما لي أرى الناس يذهبون فلا يرجعون أرضوا بالمقام فأقاموا أم تركوا هناك فناموا. നുബുവത്തിന്റെ പരസ്യ പ്രഖ്യാപനത്തിന്റെ മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉക്കാദ് ചന്തയുടെ അരികിലൂടെ നടന്നു പോകുന്ന സമയത്ത് കേട്ടതെങ്കിലും
മൂല്യം ഉൾക്കൊള്ളുന്ന പ്രഭാഷണമായതുകൊണ്ട് സ്വഹാബത്തിനോട് എപ്പോഴും ആ പ്രസംഗം ആവർത്തിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. കാരണം ആ ഒരു പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം ഈ ലോകത്തിൻ്റെ നൈമിഷികതകളാണ്, ഈ ഐഹിക ജീവിതത്തിൻ്റെ നൈമിഷികതകളാണ്. ദൃഷ്ടാന്തങ്ങളിലൂടെ, കൊച്ചു കൊച്ചു ഉദാഹരണങ്ങളിലൂടെ ഈ പ്രപഞ്ചമാകമാനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഈ പ്രപഞ്ചമാകമാനം സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ജഗന്നിയന്താവിലേക്ക് ചിന്തകളെ ക്രമേണ ക്രമേണ കൊണ്ടുപോകാൻ പര്യാപ്തമായ ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങളാണ് ആ പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വളരെയധികം പ്രയം വെച്ചു. അല്ലാഹുവേ, മൂല്യമുള്ള കലകളിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിയല്ല, സ്വന്തമായി കവിത രചിച്ചിട്ടില്ല. അത് പരിശുദ്ധമായ ഖുർആനിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും മൂല്യമുള്ള കവിതകൾക്ക് വലിയ പ്രാധാന്യവും വലിയ പ്രസക്തിയും നൽകിയിട്ടുണ്ട്. എപ്പോഴും എടുത്തു പറഞ്ഞൊരു കവിതയാണ് അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാല തസായിലു. അഥവാ ഈ പ്രപഞ്ചം നശിക്കാനുള്ളതാണ്. നളിനീതളഗത ജലമതി തരളം തദ്വാ ജീവിതം അതിശയ ശബലം വൃദ്ധി വ്യാധ്യാതിമാനഗ്രസ്തം ലോകം ശോകഹതം ചാ സമസ്തം. താമരപ്പൂവിൻ്റെ ഇതളിൽ തൂങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളി പോലെ ഈ പ്രപഞ്ചം നശിക്കാനിരിക്കുന്നതാണ്. അല്ലാഹു മാത്രമാണ് നിലനിൽക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നശിക്കാനുള്ളതാണ് എന്ന കവിയുടെ കവിതാ ശകലം വലിയ പ്രാധാന്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ചു, ഏറ്റെടുത്തു. അഥവാ മൂല്യമുള്ള കലകൾക്ക്, പ്രഭാഷണങ്ങൾക്ക്, കവിതകൾക്ക് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ജീവിതത്തിൽ വലിയ ഇടമുണ്ട്. അതാണ് ദുൽഹിജ്ജ മാസത്തിൽ 4 പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 62ാമത്തെ വയസ്സിൽ ഹജ്ജത്തുൽ വദാഇനോടനുബന്ധിച്ച് ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. പ്രൗഢഗംഭീരമായ 4 പ്രഭാഷണങ്ങൾ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയാദാക്ഷിണ്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാം വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രൗഢഗംഭീരമായ 4 പ്രഭാഷണങ്ങൾ. ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ പോലും കാലാന്തരങ്ങളിലൂടെ, യുഗാന്തരങ്ങളിലൂടെ വിഷയീഭവിച്ചു കൊണ്ടിരിക്കുന്ന 4 പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ. ഹജ്ജത്തുൽ വദാഇന്റെ ആ വിശാലമായ മണ്ണിൽ വെച്ച് 1,24,000-ത്തിലധികം വരുന്ന സ്വഹാബത്തിന്റെ മുമ്പാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഏറ്റവും മൂല്യമുള്ള കലയായതുകൊണ്ട് മതമില്ലാത്ത ആളുകൾ വരെ, യുക്തിവാദികൾ വരെ, ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ വരെ യുഗാന്തരങ്ങളിലൂടെ, കാലാന്തരങ്ങളിലൂടെ ആ പ്രഭാഷണം വലിയ ആലോചനയുടെ വിഷയമായി തെരഞ്ഞെടുത്തു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ പ്രസംഗമേതാണ്? ഇന്ന ദിമാഅകും വഅംവാലകും വഅറാലകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ഷഹരികും ഹാദാ. ഈ നാടിന് പവിത്രതയുള്ളതുപോലെ, ഈ മാസത്തിന് പവിത്രതയുള്ളതുപോലെ, ഈ ദിവസത്തിന് പവിത്രതയുള്ളതുപോലെ നിങ്ങളുടെ രക്തങ്ങൾക്ക് പവിത്രതയുണ്ട്, നിങ്ങളുടെ മുതലുകൾക്ക് പവിത്രതയുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾക്ക് പവിത്രതയുണ്ട്. ആരാന്റെ രക്തം ചിന്താൻ പാടില്ല, ആരാനെ ആക്രമിക്കാൻ പാടില്ല, ഭീകരതയുടെ, തീവ്രതയുടെ, വർഗീയതയുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, ആരാന്റെ മുതല് കട്ടെടുക്കാൻ പാടില്ല, ചതിയുടെ, വഞ്ചനയുടെ ദുർഗന്ധം വമിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാലകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ഷഹരികും ഹാദാ. ഈ നാടിനും മാസത്തിനും ദിവസത്തിനും പവിത്രതയുള്ളതുപോലെ ശരീരത്തിന് പവിത്രതയുണ്ട് കേട്ടോ, രക്തങ്ങൾക്ക് പവിത്രതയുണ്ട് കേട്ടോ, മുതലുകൾക്ക് പവിത്രതയുണ്ട് കേട്ടോ, അഭിമാനങ്ങൾക്ക് പവിത്രതയുണ്ട് കേട്ടോ.
ഏറ്റവും മൂല്യമുള്ള വചനങ്ങളായതുകൊണ്ട് എല്ലാവരും ആ വാക്കേറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്നു പറയുന്നവരെ അലാ കുല്ലു ഷൈഇൻ മിൻ അംറിൽ ജാഹിലിയത്തി മൗളൂഉൻ തഹത ഖദമയ്യ. ജാഹിലിയ കാലഘട്ടത്തിലെ ദുഷിച്ച സംസ്കാരങ്ങളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാനിതാ ഈ സമയത്ത് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇതാ കുഴിച്ചു മൂടിയിരിക്കുന്നു. നിങ്ങളാരും ആ മണ്ണ് മാന്തി ആ ദുഷിച്ച സംസ്കാരങ്ങളെ നിങ്ങളുടെ സംസ്കാരമായി ഏറ്റെടുക്കരുത് എന്ന് ആ മണ്ണിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഭാഷണം വളരെ പ്രസക്തമായ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ പ്രഭാഷണ മധ്യേ ഏതൊരു കലാകാരനും നിഷ്കളങ്കതയുള്ളവരാണെങ്കിൽ ചോദിക്കാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കേണ്ട വലിയൊരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രഭാഷണ മധ്യേ 1,24,000-ലധികം വരുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഫഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ. അല്ലയോ സ്വഹാബ, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു, ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പങ്കുവച്ചു. ആരെങ്കിലും നിങ്ങളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് സ്വഹാബ? ആ സമയത്ത് സ്വഹാബത്ത് ആവേശത്തോടുകൂടെ പങ്കുവച്ചത് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയാത്ത വളരെ മനോഹരമായ മറുപടി. അനുയായികളെ വെച്ചുകൊണ്ട് തൻ്റെ ബാധ്യതയുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൻ്റെ സമ്പൂർണത കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നേതാവുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ പ്രഭാഷണ മധ്യേ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് ആവേശത്തോടുകൂടെ മറുപടി പറഞ്ഞു, ഖദ് അദ്ദൈത വബല്ലഗ്ത വനസഹത. അങ്ങ് നിഷ്കളങ്കമായി പ്രസംഗിച്ചിട്ടുണ്ട്, അങ്ങ് ആത്മാർത്ഥമായി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജനഹൃദയങ്ങളിലേക്ക് അതിൻ്റെ ഓരോ വരികളും വാക്കുകളും അക്ഷരങ്ങളും ആശയങ്ങളും മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭാഷണത്തിൻ്റെ മൂല്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ആ ലക്ഷം സ്വഹാബത്ത് ആത്മാർത്ഥമായി പങ്കുവെക്കുന്ന കാഴ്ച. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞത്, അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ, ഈ ശ്രോതാക്കൾക്ക് നീ സാക്ഷ്യം വഹിക്കണമേ. അല്ലാഹുവേ, ഈ ശ്രോതാക്കൾക്ക് നീ സാക്ഷ്യം വഹിക്കണമേ. ഈ ശ്രോതാക്കൾക്ക് നീ സാക്ഷി നിൽക്കണമേ എന്ന് അല്ലാഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷ്കളങ്കമായി ദുആ ചെയ്യുന്നത് കാണാം. ഏതായിരുന്നാലും മൂല്യമുള്ള കലകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം വെച്ചു. ആ മൂല്യമുള്ള കലകളിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ കാലാന്തരങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറുമാറ വിധത്തിൽ വലിയ മാതൃകയും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് സ്വലാഹിൻ്റെ ചിന്ത, നന്മയുടെ ചിന്ത നൽകണേ അല്ലാ. ഇലാഹി ചിന്തയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഈമാനുള്ള മുഅ്മിനിന്റെ കമനീയമായ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? സ്വാലിഹീങ്ങളോടൊപ്പം സംഗമിക്കാൻ, നന്മ ചെയ്യുന്നവരോടൊപ്പം സംഗമിക്കാൻ, ദിക്ർ ചൊല്ലുന്നവരോടൊപ്പം സംഗമിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയുക എന്നതാണ് ഈമാനിന്റെ മധുരം, ഒരു യാത്രയുടെ മധുരം, ഒരു ജീവിതത്തിന്റെ മധുരം. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഈമാനിന്റെ ഏറ്റവും വലിയ മധുരം ലോകത്ത് കേൾപ്പിക്കുന്ന ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് കടക്കുകയാണ്. ഒരു കാല് വീട്ടിന്റെ ഉള്ളിലാണ്, മറ്റേ കാല് വീട്ടിന്റെ പുറത്താണ്. ആ സമയത്തൊരു വലിയ ചിന്തയിലേക്ക് അങ്ങ് വീണുപോയി. ദീർഘനേരം ആ ചിന്തയിൽ തന്നെ. അവസാനം
അവസാനം സുബ്ഹ് ബാങ്ക് വിളിച്ചപ്പോഴാണ്, അഥവാ ഈ 3 സഹോദരിമാർ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ തട്ടി വിളിച്ചപ്പോഴാണ് ആ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ആ 3 സഹോദരിമാര് ചോദിച്ചു, ഇശാ ജമാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷം ആരംഭിച്ച ഈ ചിന്ത ഏത് വിഷയത്തെ സംബന്ധിച്ചായിരുന്നു? ആ സമയത്ത് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പ്രതികരിച്ച പ്രതികരണം ഓരോ SSFകാരന്റെ മനസ്സിലും, ഓരോ SYSകാരന്റെ മനസ്സിലും, ഓരോ മുസ്ലിം ജമാഅത്തുകാരന്റെ ഹൃദയത്തിലും ഉണ്ടാവണം. തഫക്കർതു ഫീ ബിശ്രിൽ യഹൂദി വതഫക്കർതു ഫീ ബിശ്രിൽ നസ്റാനി വതഫക്കർതു ഫീ ബിശ്രിൽ മജൂസി വതഫക്കർതു ഫീ ബിശ്രിൽ മുസ്ലിമി ഫഹമിത്തുല്ലാഹ അൻ ഹദാനി ഇലൽ ഇസ്ലാം വഅൽബസനി ലിബാസ ഹബാബിഹി. ഇതര സംസ്കാരമുള്ള ബിശ്റിനെ കുറിച്ച് ആലോചിച്ചു, നസറാനിയായ ബിശ്റിനെ കുറിച്ച് ചിന്തിച്ചു, മജൂസിയായ ബിശ്റിനെ കുറിച്ച് ആലോചിച്ചു, ജൂതനായ ബിശ്റിനെ കുറിച്ച് ആലോചിച്ചു, നിലവിൽ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഉടമയായ ബിശ്റിനെ കുറിച്ചും ഞാൻ ആലോചിച്ചു നോക്കി. ഫഹമിത്തുല്ലാഹ അൻ ഹദാനി ഇലൽ ഇസ്ലാം വഅൽബസനി ലിബാസ ഹബാബി. അല്ലാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കാൻ കഴിയുന്ന, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ കഴിയുന്ന ദാക്കിരീങ്ങളെ, മുസല്ലീങ്ങളെ, മുസക്കീങ്ങളെ, നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഈമാനിന്റെ വലിയ മധുരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നതിൻ്റെ പേരിൽ അതിന് സ്തുതിയർപ്പിച്ച് ഹംദർപ്പിച്ച് ഞാൻ സമയം പോയതറിഞ്ഞില്ല. അഥവാ ഈമാനിന്റെ മധുരം സ്വാലിഹീങ്ങളുമായി സഹവസിക്കാൻ കഴിയുന്ന വലിയ അനുഭവമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. യാത്രയുടെ 5 നേട്ടങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാമ ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അല്ലാമ ശാഫിഈ റളിയല്ലാഹു അൻഹു യാത്രയുടെ പ്രധാനപ്പെട്ട 5 നേട്ടങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വസുഹബത്തു മാജിദി, ഒരു യാത്ര സാർത്ഥകമാകുന്നത്, ഒരു പ്രയാണം സാർത്ഥകമാകുന്നത്, ഒരു യാത്ര ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് സ്വാലിഹീങ്ങളുമായി സഹവസിക്കുമ്പോഴാണ്, നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയുമ്പോഴാണ്. ഒരു യാത്രയുടെ മധുരവും സ്വാലിഹീങ്ങളുമായുള്ള സഹവാസമാണ്. അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് മരണത്തിൻ്റെ സുഖമേതാണ്, മരണത്തിൻ്റെ ആനന്ദമേതാണ്? അല്ലാമ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തനീയമായ വരി കാണാം. മാമിൻ മയ്യിത്തിൻ ഇല്ലാ വതഅറള അലൈഹി അഹ്ലു മജാലിസിഹി ഫഇൻ കാനൂ മിൻ അഹ്ലി ദിക്രിൻ ഫഅഹ്ലു ദിക്ർ വഇൻ കാനൂ മിൻ അഹ്ലി ലഹ്വിൻ ഫഅഹ്ലു ലഹ്വ്. ഏതൊരാൾ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോഴും ആരെയാണോ സ്നേഹിച്ചത്, ആരോടൊപ്പമാണോ ഇരുന്നത്, ആരെയാണോ കൂടുതൽ കേട്ടത്, ആരോടൊപ്പമാണോ പ്രവർത്തിച്ചത്, അവരുടെ മുഖം കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയുക. ഫൈൻ കാനൂ മിൻ അഹ്ലി ദിക്രിൻ ഫഅഹ്ലു ദിക്ർ. ദിക്റിന്റെയും ഖൈറിന്റെയും സുഹൃതത്തിന്റെയും നന്മയുടെയും ഇൽമിന്റെയും അമലിന്റെയും വിലായത്തിന്റെയും സ്വലാഹിന്റെയും സുഹൃതത്തിന്റെയും ഖൈറിന്റെയും നല്ല നല്ല തീരുമാനങ്ങളുടെയും ആളുകളോടൊപ്പം സമയം ചെലവഴിച്ചാൽ ആ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയുക. നേരെ മറിച്ച് തിന്മയുടെ കേവലമായ ജീവിതത്തിൻ്റെ, നിരർത്ഥകമായ ജീവിതത്തിൻ്റെ, കേവലമായ ജീവിതത്തിൻ്റെ ആളുകളോടൊപ്പം സമയം ചെലവഴിച്ചാൽ ആ മുഖങ്ങൾ കണ്ടുകൊണ്ട് ലോകത്തോട് വിട പറയേണ്ട ഗതികേട് വരും. ഈമാനിന്റെ മധുരം നല്ലവരുമായുള്ള സഹവാസമാണ്. യാത്രയുടെ മധുരം നല്ലവരുമായുള്ള സഹവാസമാണ്. മരണത്തിൻ്റെ ആനന്ദം ആ നല്ലവരുടെ മുഖം കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയുക എന്നതാണ്. സാഹിത്യോത്സവിലൂടെ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ആശയം സംഘടനയിൽ ചേർന്ന് നിൽക്കുക, കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുക. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈമാനിന് വലിയ കവചമുണ്ടാകും. അലൈക്കും ബിൽ ജമാഅ വ ഇയ്യാകും വൽ ഫുർഖ ഫഇന്ന ശൈത്താന മഅൽ വാഹിദി വഹുവ മിനൽ ഇത്നൈനി അബ്ആദ് വമൻ അറാദ ബുഹ്ബൂഹതൽ ജന്ന ഫൽയൽസമിൽ ജമാഅ.
നിങ്ങളെല്ലാവരും കൂട്ടായ്മയെ മുറുക്കി പിടിക്കണം. നന്മ ചെയ്യുന്ന കൂട്ടായ്മകളെ, സംഘടനകളെ മുറുകെ പിടിക്കണം. കാരണം ഒറ്റപ്പെട്ടവന്റെ കൂടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. 2 പേരോ 3 പേരോ 4 പേരോ നന്മയ്ക്ക് വേണ്ടി പങ്കെടുത്താൽ അവരുടെ ഈമാനിന്, വിശ്വാസത്തിന്, ആദർശത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ കവചമുണ്ടാകും. വമൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന ഫൽയൽസമിൽ ജമാഅ. ആരാണോ സ്വർഗത്തിന്റെ കേന്ദ്രബിന്ദു ആഗ്രഹിക്കുന്നത്, ആരാണോ സ്വർഗത്തിന്റെ കേന്ദ്രബിന്ദു കൊതിക്കുന്നത്, അവർ സംഘടനയിൽ ചേർന്നു നിൽക്കട്ടെ, കൂട്ടായ്മയിൽ ചേർന്നു നിൽക്കട്ടെ, നന്മ ചെയ്യുന്ന കൂട്ടായ്മയിൽ പാദമുറപ്പിച്ച് നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ വലിയ മാതൃക ഞങ്ങളിലൂടെ വളർത്തിത്തരണേ റബ്ബേ. വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഏത് സമയത്താണ് മരണം മാടി വിളിക്കുന്നത് എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല. ശരീരങ്ങളാണ് ഇവിടെ മേളിച്ചതെങ്കിലും ആത്മീയ സംഗമം എന്നാണ് ഇതിന് പേരിട്ടത്. കാരണം ശരീരത്തെ ആനന്ദിപ്പിക്കുന്ന കേവലമായ പാട്ടുകളോ കേവലമായ ഭക്ഷണങ്ങളോ കേവലമായ വിഭവങ്ങളോ അല്ല ഇവിടെ വിതരണം ചെയ്യുന്നത്. ആത്മാവിന് പ്രകാശം ലഭിക്കാവുന്ന വിധത്തിലുള്ള ആത്മാവിന് വേണ്ട വിഭവങ്ങളാണ് അൽഹംദുലില്ലാ ഇതുവരെ പണ്ഡിതന്മാരെല്ലാം നമ്മളുമായി പങ്കുവച്ചത്. അല്ലാഹുവേ, ആത്മാവ് പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട് പരിപൂർണമായ ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വേണം, ഖബറിനെ കുറിച്ചുള്ള ആലോചന വേണം. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറിനെ കുറിച്ചുള്ള ആലോചന വേണം, പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത വേണം. ഏതു സമയത്താണ് മരണം മാടി വിളിക്കുന്നത് എന്ന് പറയാൻ നമുക്കാർക്കും സാധിക്കില്ല. ഏറ്റവും ഫദ്ലുള്ള മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷം വരെ ദുആ ചെയ്തത് അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷം വരെ കണ്ണുനീർ പൊഴിച്ച് ദുആ ചെയ്തത് അല്ലാഹുവേ, ഈമാനോടുകൂടെ മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് കണ്ണി ചേർക്കണമേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ദുആ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ് അൻത അതീഖുല്ലാഹി മിനന്നാർ. അങ്ങ് നരകത്തിൽ നിന്ന് മോചിതരാണ്, സ്വർഗത്തിൽ കടക്കുമെന്നുറപ്പാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോലും പേടി കൊണ്ട്, ബേജാറ് കൊണ്ട്, തഖ്വയുടെ മധുരം കൊണ്ട്, ആത്മീയതയുടെ നിറകുടമായതുകൊണ്ട് അവസാന നിമിഷം വരെ ദുആ ചെയ്തു അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് കണ്ണി ചേർക്കണമേ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ നിലവാരം മനസ്സിലാക്കിയാൽ ആ ദുആഇന്റെ കനം ബോധ്യപ്പെടും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സ്വഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, മൻ അത്ബഅ മിൻകുമുൽ യൗമ ജനാസ, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ. ഇന്ന് നിങ്ങളിൽ എത്ര പേര് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്? ഇന്ന് നിങ്ങളിൽ എത്ര പേര് ജനാസകളെ അനുഗമിച്ചിട്ടുണ്ട്? ഇന്ന് നിങ്ങളിൽ എത്ര പേര് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയിട്ടുണ്ട്? ഇന്ന് നിങ്ങളിൽ എത്ര പേര് രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്? 4 ചോദ്യങ്ങളോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അൻഹു ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞത് അനയാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കിന്ന് നോമ്പുണ്ട്, ഞാൻ ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്, മരണാനന്തര ക്രിയകളിൽ പങ്കെടുത്തിട്ടുണ്ട്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്, രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ആരിൽ മേളിച്ചിട്ടുണ്ടെങ്കിലും അവർ സ്വർഗാവകാശിയാണ്, അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണ്. ഈ വാക്ക് കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടും പേടി കൊണ്ട്, ബേജാറുകൊണ്ട്, ആത്മീയതയുടെ നറുമണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷം വരെ ദുആ ചെയ്തത് അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കണമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ കുറിച്ച് പറഞ്ഞത് ലൗസിന ഈമാനു അബീബക്കറിൻ ബി ഈമാനി അഹ്ലിൽ അർളി ലറജഹ ബിഹിം. ലോകരുടെ ഈമാനുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ താരതമ്യം ചെയ്താൽ ലോകരുടെ ഈമാനിനെ മറികടക്കുന്ന വമ്പിച്ച ഈമാനിന്റെ ഉടമയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക നഭോമണ്ഡലത്തിലെ ഏറ്റവും ആദ്യത്തെ ഖലീഫയാണ്. ഏറ്റവും ആദ്യമായി ഔദ്യോഗികമായി പരിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിച്ച ജാമിയാണ്. ഏറ്റവും ആദ്യമായി ഖുർആൻ മുസ്ഹഫ് എന്ന് വിളിച്ചയാളാണ്. ഏറ്റവും ആദ്യമായി അമീറായി നിയോഗിക്കപ്പെട്ടയാളാണ്. എത്രയോ വലിയ പദവി അലങ്കരിക്കുന്നവരാണ്. അഫ്ളലുൽ ഖൽഖി ബഅദൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫളുലും സ്ഥാനവും വഹിക്കുന്നയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും പേടി കൊണ്ട്, ബേജാറ് കൊണ്ട്, തഖ്വയുടെ മധുരം കൊണ്ട്, ആത്മീയതയുടെ നിറകുടമായതുകൊണ്ട് അവസാന നിമിഷം വരെ ദുആ ചെയ്തത് അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കണമേ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലയോ സിദ്ദീഖേ, നന്മകൾ സുഹൃതങ്ങൾ 360 ആണ്. നന്മകൾ സുഹൃതങ്ങൾ 360 എണ്ണമുണ്ട്. ആ എണ്ണത്തിന്റെ ഹിക്മത്ത് നമുക്കറിയില്ല. അത് പ്രതിപാദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. നന്മകൾ സുഹൃതങ്ങൾ ഖൈറുകൾ 360 ആണ് സിദ്ദീഖേ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിഷ്കളങ്കമായ ചോദ്യം, ആ 360 നന്മകളിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ പ്രവാചകരെ? ആ 360 സുഹൃതങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കുല്ലു ഹാഫീക ഹനിഅൻ ലക യാ അബൂബക്കർ. ആ 360 സുഹൃതങ്ങളും ആ 360 നന്മകളും നിങ്ങളിലുണ്ട് സിദ്ദീഖേ. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷം വരെയുള്ള ദുആ അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കണമേ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് നൂദിയ മിൻ അബ്വാബിൽ ജന്ന യാ അബ്ദുല്ലാഹ് ഹാദാ ഖൈർ ഫഇൻ കാന മിൻ അഹ്ലി സ്വലാഹ് ദുഇയ മിൻ ബാബി സ്വലാഹ് വഇൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദി വഇൻ കാന മിൻ അഹ്ലി സിയാമി ദുഇയ മിൻ ബാബിർ റയ്യാൻ.
റയ്യാൻ വഇൻ കാന മിൻ അഹ്ലി സ്വദഖ ദുഇയ മിൻ ബാബി സ്വദഖ. അല്ലയോ സ്വഹാബ, സ്വർഗ്ഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്തിന്റെ കവാടമുണ്ട്, ദാനധർമ്മം ചെയ്യുന്നവർക്ക് ദാനധർമ്മത്തിന്റെ കവാടമുണ്ട്, ധർമ്മസമരം ചെയ്തവർക്ക് അതിന്റെ കവാടമുണ്ട്, നോമ്പനുഷ്ഠിച്ചവർക്ക് റയ്യാൻ എന്ന കവാടമുണ്ട്. ഓരോ നന്മകൾക്കും പാരലലായി, ഓരോ സുഹൃതങ്ങൾക്കും സമാന്തരമായി സ്വർഗലോകത്ത് ധാരാളം കവാടങ്ങളുണ്ട് സ്വഹാബ എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിന്റെ ഒരു ഭാഗത്ത് നിന്ന് വിനയാന്വിതനായി ചോദിച്ച ചോദ്യം, ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ. ആ കവാടങ്ങളിൽ, എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ. ആ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടുകൂടെ സുസ്മേരവദരായി പറഞ്ഞത്, നഅം വഅർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ. ആ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളാണ് സിദ്ദീഖേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടിൽ നിന്ന് പരലോക വിജയത്തിന്റെ എല്ലാ പ്രയോഗങ്ങളും കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിന്റെ ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആത്മീയതയുടെ നഭോമണ്ഡലത്തിൽ വിരാജിച്ചതിന്റെ പേരിൽ അവസാന നിമിഷം വരെ ദുആ ചെയ്തത്, അല്ലാഹ് മുസ്ലിമായി മരിപ്പിക്കണമേ, മുഅ്മിനായി മരിപ്പിക്കണമേ, സാലിഹീങ്ങളോട് കണ്ണിച്ചേർക്കണമേ. ഇനി ഓരോരുത്തരും അവരുടെ മനസ്സിനോട് ചോദിക്കണം, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പരലോക ജീവിതം വിജയപൂർണമാണെന്ന്, എൻ്റെ ഖബറിൽ എനിക്ക് സുഖമാണെന്ന്, സുആലുകളെല്ലാം എളുപ്പമാണെന്ന്, മീസാൻ കനം തൂകുമെന്ന്, സിറാത്ത് കടക്കുമെന്ന്, സ്വർഗലോകത്ത് വലിയ പദവികൾ ലഭിക്കുമെന്ന് നബുവത്തിന്റെ നാക്കിലൂടെയോ വിലായത്തിന്റെ നാക്കിലൂടെയോ നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അതെല്ലാം കേട്ടതിന്റെ ശേഷവും പേടികൊണ്ട്, ബേജാറുകൊണ്ട് ദുആ ചെയ്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയതയുടെ മാതൃക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് ഈ ദീർഘിപ്പിച്ചു സംസാരിച്ചതിന്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയത ഈ മജ്ലിസുൽ വഅദിൽ നിന്ന് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസവും കൂടിയാണ് ദുൽഹിജ്ജ മാസം. ഖബർ കാണുമ്പോൾ കരഞ്ഞ് 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 കവിൾത്തടത്തിൽ 2 ചാലുകൾ വീണിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടത്തിൽ ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നവരാണ്, ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് ഗെയിം കളിക്കുന്നവരാണ്, ഖബർ കാണുമ്പോൾ പോലും ആത്മീയമായ ചിന്തയുടെ നാമ്പ് പൊട്ടാത്തവരാണ് മഹാഭൂരിഭാഗം ആളുകളും. അല്ലാഹുവേ, സാഹിത്യോത്സവിന്റെ ആമുഖമായി ഈ സംഘടിപ്പിച്ചിട്ടുള്ള മജ്ലിസുൽ വഅദിലെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ തറക്കുന്ന വാക്കുകളായി സ്വീകരിക്കണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നിഷ്കളങ്കമായ സ്നേഹം ഞങ്ങളുടെ ഖൽബിൽ പെരുപ്പിച്ചു തരണേ അല്ലാഹ്. ഈമാനിന് രക്ഷ നൽകണേ റബ്ബേ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗാംഭീര്യത്തോടുകൂടെ സാഹിത്യോത്സവ പ്രോഗ്രാമുകളെല്ലാം നടത്താൻ ധാരാളം ആളുകൾ സംഭാവനകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ഹദിയകൾ ചെയ്തിട്ടുണ്ടാകും. ശാരീരിക അധ്വാനം സമർപ്പിക്കുന്നവരുണ്ട്, ആരോഗ്യത്തെ, ആയുസ്സിനെ, സമയത്തെ ഇതിനു വേണ്ടി സമർപ്പിക്കുന്നവരുണ്ട്, ഒരു ശ്രോതാവായി സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തരും വലിയ വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. എല്ലാവർക്കും അല്ലാഹു തആല വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് കടപ്പാടുള്ള ഈ നാടാക്കാൻ വേണ്ടി ശ്രമിച്ച എത്രയോ വലിയ കാരണവന്മാരുണ്ട്. പ്രത്യേകിച്ചും മാസൻകുട്ടിയാക്ക, മർഹൂം മാസൻകുട്ടിയാക്ക, അവരോടുള്ള ഈ വിനീതന്റെ മഹബത്ത് അക്ഷരങ്ങളിലൂടെയോ പദങ്ങളിലൂടെയോ പറയാൻ കഴിയാത്ത അത്രയും വലിയ ആത്മീയമായ ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് സംഗമിക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ ധാരാളം ആളുകളുണ്ട്, സമയപരിമിതി കൊണ്ട് പേരെടുത്ത് പറയുന്നില്ല, പേര് പറയണം പറയണം പറയണം
പറയണമെന്ന് മനസ്സിൻ്റെ നീതിബോധം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവേ, നേരത്തെ വിട പറഞ്ഞ എല്ലാ മുഅ്മിനീൻ മുഅ്മിനാത്തിൻ്റെ ഹളറാത്തിലേക്കും ഈ സദസ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളും എത്തിച്ചു കൊടുക്കണേ അല്ലാ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗതി ദയാലു ഹബീബുല്ലാഹ് അമന്നാ ബി റസൂലില്ലാഹ് ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബദറിലുമേറിയവൻ നൂറ് ബറുതകം നബി സീറെ ബറക നിറഞ്ഞ ഷഫീറോരെ അമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജന്മം അത്ഭുതമറിയിച്ചേ ജയ്ഷിൻ ജൂഅ് ശമീപിച്ചേ ജോദിൽ ബഹർ തോൽപ്പിച്ചേ ജാബിർ നബിയിൽ സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹമീമേഴു ലഭിച്ച നബി ഹഖിൻ പാത തെളിച്ച നബി ഹിക്മത്താല വിളിച്ച നബി ഹാമിദ് നബിയിൽ സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖസ്റജ് ഔസേ ചേർത്ത നബി ഖൈറുൽ ഉമമേ വാർത്ത നബി ഖാതിം പരനാൽ കോർത്ത നബി ഖാതിമു റസൂലിൽ സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് أستغفر الله العظيم 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 يا الله يا رحمن يا رحيم 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 يا حي يا قيوم 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 لا إله إلا الله 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 صلى الله على محمد صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.